എടാ എന്റെ മോളെ പെണ്ണ് കാണാൻ വന്നത് നിന്റെ ഭാഗ്യമാടാ കൊച്ചനെ. ഞാൻ പറഞ്ഞ ശരിയല്ലയോ? ശരിയല്ലടാ? പക്ഷേ എന്ത് പക്ഷേ? അല്ല, അവക്ക് ചെറിയൊരു നാണം ചായ കൊണ്ടുതരാൻ. അല്ല, അച്ഛന് ചെറിയൊരു മനസ്സിലായി കാണുമല്ലോ. എനിക്ക് എത്തിത്തരുമോ? നീ അവളോട് ചോദിച്ചു നോക്കടാ എത്തിത്തരം ഉണ്ടെന്ന്. ഇങ്ങോട്ട് വന്നേടി. എന്തിനാടി അത്രയും ചായ കൊടുത്ത്? ആരെയും കൊണ്ട് നിൽക്കി പിന്നെ തരാം. എടാ സംശയം ഉണ്ടെങ്കിൽ അവളോട് ചോദിച്ചു നോക്ക്. ഇത്രയും നാളും വീട് കഷ്ടപ്പെട്ട് ഞാൻ ഒറ്റയ്ക്കാ നോക്കിയത്. പിന്നെ ശരിയാ. എടാ, താൻ കൊറേ നാളോട് തുടങ്ങിയതാണല്ലോ, തനിക്ക് നിർത്താറായില്ലയോ? അഖിലെ ഇതുകൊണ്ട് മാത്രമാ കഞ്ഞി കുടിച്ചു പോന്നെ. എവിടുന്നെങ്കിലും സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കും, കൊണ്ടിട്ട് ഇടിക്കും, ക്ലെയിം ചെയ്യിപ്പിക്കും, പുട്ടടിക്കും. അത് തീരാറാവുമ്പോഴത്തേക്ക് വീണ്ടും ഒരു വണ്ടി എടുക്കും, കൊണ്ടിട്ട് ഇടിക്കും, ക്ലെയിം ചെയ്യിപ്പിക്കും, പുട്ടടിക്കും. ഇത് തന്നെയല്ലേ കഴിഞ്ഞ 30 വർഷം നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്? നിയമങ്ങളൊക്കെ കടുത്തു വരുവാ, അധികകാലം ഒന്നും പ്രതീക്ഷിക്കണ്ട. പേടിക്കണ്ട വക്കീലേ, മോനെ പണിക്ക് വിടുന്നുണ്ട്. നല്ലതാ. അല്ല, മോളുടെ പഠിപ്പ്? അവർക്ക് പഠിക്കാൻ പോണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ളതിന് പോയി പഠിച്ചോളാൻ പറഞ്ഞു. അതിനൊന്നും ഞാനൊരു എത്തിത്തരം കാണിച്ചിട്ടില്ല. എന്റെ മോളെ എപ്പോഴും കണ്ടോണ്ടിരിക്കാൻ വേണ്ടി ഞാൻ അടുത്ത കോളേജ് വിട്ടെ. പിന്നെ സർട്ടിഫിക്കറ്റിന് വാല്യൂ കിട്ടാൻ വേണ്ടി ഗവൺമെന്റ് കോളേജ് വിട്ടെ. കോളേജ് നടന്നു പോയി നട്ടു ഒടിഞ്ഞു. അച്ഛൻ ബസ് പോലെ ലാഭിക്കാൻ വേണ്ടി മനഃപൂർവ്വം വീടിന്റെ അടുത്തുള്ള കോളേജിൽ എന്നെ വിട്ടതല്ലയോ? എടി വേണ്ടേ, നടന്നു പോകുന്നതൊക്കെ നല്ലതാ. അല്ലെങ്കിൽ കയറി അങ്ങ് വണ്ടിക്കും, പിന്നെ ആരും കെട്ടത്തൊന്നുമില്ല. തന്തയായതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അല്ല, ഒരു ആങ്ങളെ ചെറുക്കൻ ഉണ്ടായിരുന്നല്ലോ, അവനെന്ത്? ഓ, അവൻ ജോലിക്ക് പോയേക്കുവാ. ഞാൻ പണ്ടോട്ടേ പറയും പഠിക്കുന്നതിന്റെ കൂടെ ജോലിക്ക് പോകണം. അതല്ലേ അതിന്റെ ശരി. അച്ഛൻ പാശ്ചാത്യ സംസ്കാരം ഫോളോ ചെയ്യുന്നുണ്ടല്ലേ, അപ്പൊ ഉത്തരവാദിത്വം എന്താണെന്ന് ജീവിതത്തെ കുറിച്ച് അറിയാനൊക്കെ പറ്റും. പിന്നെ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തന്നെ ജോലിക്ക് വിടുന്നതല്ലേ പാശ്ചാത്യ സംസ്കാരം. ചെറുക്കനെ ഞായറാഴ്ച പോലും വീട്ടിൽ ഇരുത്താതെ ജോലിക്ക് വിടുന്ന തന്ത. പഴയ പോലൊന്നും വയ്യ. ഓ ഇല്ലേ, പാവുന്ന സമയത്ത് എപ്പോഴാ ജോലിക്ക് പോയിട്ടുള്ളേ? ഓ, ഇപ്പൊ പഴയ പോലും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വയ്യ. അല്ല, അപ്പൊ ഈ വീടൊക്കെ പണിഞ്ഞ ആരാ? അത് ഞാൻ ഒറ്റയ്ക്കാ പണിഞ്ഞത്. പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു, കണ്ടില്ലയോ? അച്ഛനപ്പോ ഒരു കില്ലാടിയാണല്ലേ? പിന്നെ ഒരു 1.5 കില്ലാടിയാ. അങ്ങനെ കോൺക്രീറ്റിനുള്ള മെറ്റിലായി. അങ്ങനെ കോൺക്രീറ്റ് കഴിഞ്ഞു. അനധികൃതമായിട്ട് പുഴയുന്ന മണല് വാരിയനെ തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ. എന്റെ പൊന്നു സാറേ, ഞാൻ കട്ടെടുത്ത മണ്ണല്ല. എന്റെ കാമുകയുടെ കാൽപാദം പതിഞ്ഞ 25 പുഴയിലെ മണ്ണാണിത്. അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തതാ സാറേ ഇത്. മൊയ്തീനെ, നീയേ റോഡ് പണിക്ക് വെച്ച മെറ്റലേ ഓരോ പീസ് വീതം എടുത്തെടുത്ത് ഇപ്പൊ 2 ലോഡാ നീ എടുത്തു കൊണ്ടുപോയത്. ഇപ്പൊ ആ കോൺട്രാക്ടറിനെ മെറ്റൽ ഇറക്കാൻ കാശില്ലാതെ കടക്കണയിലാക്കിയില്ലോടാ നീ. മാത്രമല്ല, നീ 10 വർഷമായിട്ട് ഈ പുഴയെന്ന് ഓരോ പിടി മണല് വാരി 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 ഇപ്പൊ അതിന്റെ നടുഭാഗം 10 അടി താഴ്ചയായി. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മയുണ്ട്, പിന്നെ ഒരു പെങ്ങളുണ്ട്. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ അളിയൻ അഡ്വക്കേറ്റ് ആണേ. എനിക്ക് എന്തായാലും പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോയി സംസാരിച്ചിട്ട് പറയാം കേട്ടോ. ശരി, ഇറങ്ങട്ടെ. എടി, ആ ഫർണിച്ചറൊക്കെ ആരുടെയാന്ന് വെച്ചാൽ കറക്റ്റ് കൃത്യമായിട്ട് അവരുടെ ഉടമസ്ഥരുടെ വീട്ടിൽ കൊണ്ട് കൊറേ. പിന്നെ ഗ്ലാസ് കൊടുക്കണ്ട, വക്കീല് വരും. നിങ്ങൾക്ക് ചായ കൊടുക്കാനുള്ളതാ. 1/2 ഗ്ലാസ്. എടി, പളനി വരെ ഒന്ന് പോയാലോ? ഞങ്ങളില്ല. എടി വാടി, നമുക്ക് അടിച്ചു പൊളിച്ചിട്ടൊക്കെ വരാന്ന്. ഞാനും എന്റെ മോളും വരുന്നില്ല. നീ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അമ്മ, പഴനിക്ക് പോകാൻ ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് എന്താ വേണ്ടെന്ന് വെച്ചത്?
അയ്യോ നിനക്കൊന്നും അറിയത്തില്ലടി, നീ ഒന്ന് കൊച്ചു കുഞ്ഞായിരുന്നു. അറിയാതെ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് പളനി പോണോന്ന്. അങ്ങേര് നമ്മളെ വിളിച്ചോണ്ട് പോയിട്ട് ഒരു വണ്ടി കൊണ്ടുവന്ന് ആക്സിഡന്റ് ആക്കി അത് ക്ലെയിം ചെയ്ത് കുറച്ചു നാൾ ജീവിച്ച്. ഇപ്പൊ കാശില്ലല്ലോ നിന്റെ കല്യാണം നടത്താൻ വേണ്ടി. അതിനടുത്ത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യിക്കാനായിട്ട് നമ്മളെ ആക്സിഡന്റ് ആക്കാൻ കൊണ്ടുപോവാടി. അതേടി നമ്മള് പാപ്പരാ. എടാ മോനെ, ഇവിടെ കല്യാണത്തിന് എല്ലാവർക്കും താല്പര്യമാ. അപ്പൊ എങ്ങനെ ഇതങ്ങ് ഉറപ്പിക്കുകയല്ലയോ? ആ അവന്റെ അച്ഛനായത്. ഞങ്ങൾക്ക് ഇതങ്ങ് ഇഷ്ടപ്പെട്ടു. ഇതങ്ങ് ഉറപ്പിക്കാം. എടിയേ, നമ്മുടെ മോളും മരുമോനും വേണ്ട വന്നിരിക്കുന്നു. ഇങ്ങോട്ട് വന്നേ. എടാ മോനെ, അതേതാടാ കാറ്? അച്ഛാ ഞാൻ കല്യാണത്തിന് മുമ്പ് എടുത്ത ഒരു സെക്കൻഡ് ഹാൻഡ് കാറാ. നമുക്കൊരു റൈഡ് പോലെ അച്ഛാ, എന്താ അഭിപ്രായം? മികച്ച ഒരു തീരുമാനം. പക്ഷെ ഞാൻ ഓടിക്കും. അച്ഛനെ കൊണ്ട് മാത്രമേ ഓടിക്കൂ. ഐ ആം ത്രിൽഡ്. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. എടിയേ, മരുമോനോട് പോയിട്ട് വരട്ടെ. കണ്ടോടി അച്ഛനും മോനും ഒന്നേ പറയത്തുള്ളൂ. സ്വഭാവം അതുപോലെ ആവാതിരുന്നാ മതി. മരുമോനെ, ഞാൻ അങ്ങോട്ട് കയറട്ടെ. അച്ഛനോട് കേറച്ച അങ്ങോട്ട്. എടാ മരുമോനെ, ഇത് സൂപ്പർ വണ്ടിയാന്നല്ലോടാ. പിന്നല്ല. എടാ ഞാനേ 100ന്റെ മേളിൽ കയറ്റും കേട്ടോ. അച്ഛൻ അങ്ങോട്ട് 200 രൂപ മണ്ടി കേറ്റച്ചാ. അങ്ങനെ അച്ഛാ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. എന്തുവാടാ? എന്തായാലും കഷ്ടമായി പോയി. അതെ, മരിച്ചതിന്റെ ക്ലെയിം ആകുമ്പോ നല്ലൊരു എമൗണ്ട് കാണുമില്ലയോ? നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസും പേപ്പറും ഒക്കെ പക്കയാ. എന്തൊക്കെ പറഞ്ഞാലും വക്കീൽ നല്ലൊരു എമൗണ്ട് വാങ്ങിച്ചു തരണം കേട്ടോ. എന്നിട്ട് വേണം ഇതൊക്കെ അവരെ നിന്ന് എഴുതി മേടിക്കാൻ. ദൈവമേ, പിടിച്ചതിനേക്കാൾ വലുതാണോ മാളത്തിലിരുന്നത്? അല്ലടോ, തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. താൻ വക്കീല് വല്ലതാണോ? അല്ലല്ല, എന്റെ അളിയനാ വക്കീല്. അല്ല, അളിയന്റെ പേരെന്താ? മുകുന്ദൻ ഉണ്ണി, അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി. അസോസിയേറ്റ്. അവന്റെ അളിയനാണോ നീ? അച്ഛാ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. എന്തുവാടാ? ഡ്രൈവറിന്റെ മാത്രം എയർ ബാഗ് കംപ്ലൈന്റാ.